വെരി ഗുഡ് മോർണിംഗ്. ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും 24-ന്റെ വാർത്തോദയത്തിലേക്ക് സ്വാഗതം. മറ്റൊരു ദിനം കൂടി ആരംഭിക്കുന്നു, മറ്റൊരു വാർത്താ ദിനം കൂടി ആരംഭിക്കുന്ന സമയമാണ്. ഇന്ന് ഡിസംബർ 30, തിങ്കളാഴ്ചയാണ്. കൊല്ലവർഷം 1200 ധനു 15 അല്ലെ? അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ അടുത്ത വർഷം പിറക്കുകയാണ്. എല്ലാ പുത്തൻ പ്രതീക്ഷകളുമായി നമ്മൾ മറ്റൊരു പുതുവത്സരത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതെ, അപ്പോൾ അതോട് തന്നെ ഈ പുതുവത്സരവുമായി ബന്ധപ്പെട്ട ഒരുപാട് റെസൊല്യൂഷൻസ് ഒക്കെ എല്ലാവരും എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണ അത് മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു റെസൊല്യൂഷൻ ആയിരിക്കട്ടെ. അത്തരത്തിലൊരു ചിന്തയിലൂടെയാണ് നമ്മൾ ഈ മോർണിംഗ് വാക്ക് എന്ന് പറയുന്ന പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഹെൽത്തി മാവേലിപുരം എന്ന് ബോർഡ് നിങ്ങളുടെ കാണാം. ആ മാവേലിപുരം കാക്കനാടിനടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കിനായി എത്തിയിട്ടുള്ളത്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ രണ്ട് പ്രധാനപ്പെട്ട നമ്മൾ ഞെട്ടിപ്പിച്ച വാർത്തകൾ സംഭവിച്ചൊരു ദിനമായിരുന്നു ഇന്നലെ. അതിന്റെ അസ്വസ്ഥതയിലാണ് നമ്മൾ ഇന്നലെ ഉറങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രണ്ട് വാർത്തകൾ, ഒന്ന് ഉമാ തോമസിന് സംഭവിച്ച അപകടം, മറ്റൊന്ന് കാട്ടാനാക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ വാർത്ത. ഇത് രണ്ടും ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നു. അതിലെന്താണ് തന്നെ പലരും ഉമാ തോമസ് MLA ആരോഗ്യനില എങ്ങനെയാണ്, ഞാനത് അറിയാൻ കാത്തിരിക്കുന്നുവെന്ന് നിരവധി പേര് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുന്നുണ്ട്. ആ വാർത്തകളുടെയൊക്കെ വിശദാംശങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈകി വന്ന പ്രേക്ഷകർക്കായി നമ്മൾ ഇന്ന് മോർണിംഗ് വാക്കുമായി ഉള്ളത് കാക്കനാട് മാവേലിപുരത്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് വാർത്തകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ മോർണിംഗ് വാക്ക് നമ്മൾ ചെറുതായിട്ട് തുടങ്ങുന്നു. ആദ്യ വാർത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടുക്കിയിലേക്കൊന്ന് പോകണം. കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞ വാർത്ത ഇന്നലെ പുറത്തുവന്ന വാർത്തയാണ്. അപ്പോൾ അതിൽ തുടർ വാർത്തകൾ എന്താണെന്ന് നോക്കാം. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അമർ ഇലാഹിയുടെ ഖബറടക്കം ഇന്നാണ് നടക്കുക. മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിൽ രാവിലെ 8:30ക്കാണ് ഖബറടക്കം. കാട്ടാനാക്രമണത്തിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറം പഞ്ചായത്തിൽ LDF, UDF, NDA ഹർത്താൽ ആചരിക്കുകയാണ്. ഇതിനിടെ മരിച്ച അമറിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യ ഗഡു ഇന്ന് കൈമാറിയേക്കും. വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് ചേരുന്നത്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് ഖബറടക്കം? ഒപ്പം തന്നെ പ്രതിഷേധ സൂചകമായ ഹർത്താലും അവിടെ നടക്കുകയാണല്ലോ. കൃഷ്ണ പ്രജിൻ, നമ്മളിപ്പോൾ അമർ ഇലാഹിയുടെ വീട്ടിലാണുള്ളത്. മൃതദേഹം പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. രാവിലെ 8 മണിക്ക് ശേഷം ഖബറടക്കം മുള്ളരിങ്ങാട് ജുമാ മസ്ജിദിലുണ്ടാകും എന്നുള്ള കാര്യം കൂടി ബന്ധുക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഈ മുള്ളരിങ്ങാട് മേഖലയിലുണ്ട്, ഈ കാട്ടാനാക്രമണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് LDF, UDF, NDA വണ്ണപ്പുറം പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ട് 5 മണി വരെയാണ് ഹർത്താൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ നിൽക്കുന്ന വീട് ഒരു സാധാരണ വീടാണ്, കാണുന്ന പോലെ തന്നെ ഒരു സാധാ വീടാണ്. ഒരു സാധാ കുടുംബത്തിലെ ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന ആളായിരുന്നു അമർ. അതാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ ആ അമറിൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നമ്മൾ ഈ നിൽക്കുന്ന ഈ വീടിന് തൊട്ട് മുൻപിലായി നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണുകയാണെങ്കിൽ തേക്ക് പ്ലാന്റേഷനാണ്. ഈ വഴി നേരെ മുൻപോട്ട് നടന്നാണ് ഈ തേക്ക് പ്ലാന്റേഷൻ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കാനായി അമർ പോവുകയും ചെയ്തത്. അങ്ങനെ ആ തേക്ക് പ്ലാന്റേഷനിലേക്ക് കയറിയപ്പോഴാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഈ പ്രദേശത്ത് കഴിഞ്ഞ 4 വർഷമായി കാട്ടാനയുടെ ആക്രമണം ഉണ്ട്, കാട്ടാന ശല്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതും അതിരൂക്ഷമായി തുടരുകയായിരുന്നു. അതിനിടയിൽ ഈ ആനകളെ തുരത്തുന്നതിന് വേണ്ടി പ്രത്യേക ഒരു ഡ്രൈവൊക്കെ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇത്ര ഫലപ്രദമായിട്ട് വന്നില്ല. ഒരു 6 ആനകൾ ഇപ്പോഴും ഈ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. അതിലൊരു ആനയുടെ ആക്രമണത്തിലാണ് ഇന്നലെ അമറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 3:30 കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. ഈ അമറിൻ്റെ കൂടെ മറ്റൊരു ആൾ കൂടി ഉണ്ടായിരുന്നു, സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു. സുഹൃത്ത് ഓടി രക്ഷപ്പെട്ടത് കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. പിന്നീട് ഈ സുഹൃത്ത് പുറത്തു വന്ന്, ഈ തേക്ക് പ്ലാന്റേഷന് പുറത്തു വന്ന് അമറിന് കാട്ടാന ആക്രമണം ഏറ്റു എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ ചെന്ന് അമറിനെ ഉടൻ തന്നെ എടുത്ത് താലൂക്ക് ആശുപത്രിയിലേക്ക്, തൊടുപുഴ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യവും. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്ക്
ഈ താലൂക്ക് ആശുപത്രി വേദിയാകുന്നത് നമ്മൾ കണ്ടതാണ്. UDFിൻ്റെയും LDFിൻ്റെയും ഉൾപ്പെടെ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഈ മോർച്ചറിക്ക് മുൻപിൽ UDF പ്രവർത്തകർ ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ കുത്തിയിരുന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. നഷ്ടപരിഹാര തുക നൽകുന്നതിൽ ആദ്യം സർക്കാർ വനം വകുപ്പ് ഒരു തീരുമാനമെടുത്തിരുന്നില്ല. പിന്നീട് വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് 4 ലക്ഷവും സർക്കാരിൽ നിന്ന് 6 ലക്ഷവും ചേർത്ത് 10 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമായത്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൃഷ്ണ ചേച്ചി, നമ്മൾ ഈ പറയുന്ന പോലെ 2 ആഴ്ചക്കിടയിൽ ഉണ്ടാകുന്ന ഇതേ രീതിയിലുള്ള നമ്മൾ കുട്ടമ്പുഴയിൽ കണ്ടതാണ്, നമ്മളവിടെ പോയതാണ്. കാട്ടാനാക്രമണത്തിൽ എൽദോസ് എന്ന് പറഞ്ഞ യുവാവ് അവിടെ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ 22 വയസ്സുള്ള അമർ ഇലാഹിയാണ് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇനി ആവർത്തിക്കില്ല ഇത്തരം സംഭവങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല എന്നാണ്. പല ഇടങ്ങളിലായി ഇതുപോലെ കാട്ടാന ആക്രമണങ്ങൾ ഒരു തുടർക്കഥയായി മാറുന്നുണ്ട്. എന്താണ് ശാശ്വതമായ പരിഹാരം എന്ന് സർക്കാർ ഗൗരവ സ്വഭാവത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല കുടുംബങ്ങളുടെ മത്താണിയാണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായ പരിഹാരം അതിനുണ്ടാകട്ടെ. മറ്റൊന്ന്, കുറേ നേരമായി, അതായത് മണിക്കൂറുകളായി നമ്മുടെ കമന്റ് ബോക്സിൽ നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് 6 മണിയാണ്. അപ്പോൾ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കും അതറിയാൻ ഏറെ ആകാംക്ഷയുണ്ട്. കാരണം നമ്മുടെയൊക്കെ അടുത്ത് എപ്പോഴും ഒരു സൗമ്യമുഖമായി വരുന്ന ഒരു വ്യക്തിയാണ്. അതെ, നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. അതെ. അപ്പോൾ ഉമാ തോമസ് MLA വേദിയിൽ നിന്ന് അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ സംഘാടകർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നൊരു പ്രാഥമിക കണ്ടെത്തൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമ്മേളനം, ഒരു പരിപാടി, ആ വേദിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് കണ്ടെത്തൽ. ഉറപ്പുള്ള ബാരിക്കേഡുകളടക്കം സ്ഥാപിച്ചില്ലെന്നും ഫയർഫോഴ്സിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ മൃദംഗാവിഷൻ, സ്റ്റേജ് നിർമ്മാതാക്കൾ എന്നിവരുടെ പേരിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്റ്റേജ് നിർമ്മാണത്തിൽ അപാകതയെന്ന് FIR ഉണ്ട്. FIRന്റെ പകർപ്പ് രാവിലെ തന്നെ 24-ന് ലഭിച്ചിട്ടുമുണ്ട്. യെസ്, ഈ സംഭവം നടന്ന സ്റ്റേഡിയത്തിൽ നിന്ന്, കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആൻമരിയ സണ്ണിയും ഒപ്പം തന്നെ YS അഭിനന്ദ് റെനെ മെഡിസിറ്റിയിൽ, അവിടെയാണ് ഉമാ തോമസ് MLA ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. അവിടെ ഒന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. റെനെ മെഡിസിറ്റിയിൽ നിന്നും YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അറിയേണ്ടത് എന്താണ് ഉമാ തോമസിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്നുള്ളതാണ്. ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ അത് ഇന്ന് 10:30 കൂടിയാണ് ഉണ്ടാവുക എന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി എന്താണ് അവസ്ഥ? നമുക്ക് അവസാനമായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പ്രജിൻ തൃക്കാക്കര MLA ഉമാ തോമസ് ഇപ്പോൾ നിലവിൽ കൊച്ചി പാലാരിവട്ടം റിനെ മെഡിസിറ്റി ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലാണുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നേതൃത്വമുള്ള വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധനകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ രക്തസമ്മർദ്ദം ഒക്കെ നോർമലായ ഒരു കണ്ടീഷനാണ് ഉള്ളത് എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ അമിതമായ രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അത് രക്തസമ്മർദ്ദം നോർമലായി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. 3 വാരിയലുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിനകത്ത് 1ാമത്തെ വാരിയലിന് പരിക്കേറ്റതാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടായതെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയുള്ള മെഡിക്കൽ ബുള്ളറ്റിനാണ് ഇക്കാര്യം വ്യക്തമായി അറിയിച്ചത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൊച്ചി പാലാരിവട്ടത്തെ ആശുപത്രിയിൽ ഉമാ തോമസിനെ പരിക്കേറ്റ് പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ 12 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് നിരീക്ഷണം. 24 മണിക്കൂർ നിരീക്ഷണമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഇനി അടിയന്തര ശസ്ത്രക്രിയയിലേക്ക് അടക്കം പോകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. എന്തായാലും വലിയൊരു പരിക്ക് തന്നെയാണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് CT സ്കാൻ അടക്കമുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നലെ ഒടുവിൽ പ്രതികരിച്ചത് മന്ത്രി K രാജനാണ്. തുടക്കത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടം ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് മന്ത്രി K രാജത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും 10:30 കൂടിയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരുന്നുണ്ട്. ആ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വന്നതിന് ശേഷമായിരിക്കും അടിയന്തര ശസ്ത്രക്രിയയിലേക്ക് അടക്കം കടക്കുമോ ഇല്ലയോ എന്നുള്ള വ്യക്തമാകുന്നത്. എന്തായാലും തലച്ചോറിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അപ്പം തന്നെ ശ്വാസകോശത്തിന്റെ അമിത രക്തസ്രാവം, ഇത് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നിലവിൽ ഒരു ആശങ്കയായിട്ടുള്ളത്. ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിലുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ 5 അംഗ വിദഗ്ധ സംഘമാണ് ഇപ്പോൾ MLA പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ MLA സ്ഥിരമായി കാണുന്ന ഡോക്ടറുണ്ട്. നേരത്തെ 2 മാസത്തിന് മുമ്പ് തന്നെ ഈ പൊതുപ്രവർത്തനത്തിലൊക്കെ സജീവമാകുന്ന സമയത്ത് തന്നെ MLAക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ തരണം ചെയ്താണ് പിന്നീട് പൊതുമണ്ഡലത്തിൽ സജീവമാകുന്നത്. ക്രിസ്റ്റീന ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സൗമ്യമുഖമാണ്. ആ സൗമ്യമുഖം ഇതിനോടൊപ്പം തന്നെ ഈ പരിക്ക് പറ്റിയത് അറിഞ്ഞതുകൊണ്ട് ധാരാളം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ഈ ആശുപത്രിയിൽ എത്തി. നിരവധിയായിട്ടുള്ള ജനപ്രതിനിധികളെത്തി. പ്രതിപക്ഷ നേതാവ്, MLA
MLA, മന്ത്രിമാർ, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി. അതുകൊണ്ട് മന്ത്രി തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ചികിത്സ ഇവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി അടിയന്തരമായി യോഗം ചേർന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ സംഘത്തിന് ഉടനടി പാലാരിവട്ടത്തെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് നിർദ്ദേശിച്ചു. അതിന്റെ പിന്നാലെയാണ് ഇന്നലെ രാത്രി 10-11 മണിയോടുകൂടി ആ മെഡിക്കൽ സംഘം ഇവിടെ എത്തി. നല്ല പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10:30 മെഡിക്കൽ ബുള്ളറ്റിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുക. എന്തായാലും എല്ലാവരും ഉമാ തോമസ് MLA നല്ല ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. അഭിനന്ദ, ഈ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിനൈ മെഡിസിറ്റിയിൽ തന്നെയായിരുന്നു ഉമാ തോമസ് MLAയുടെ മറ്റ് ചികിത്സകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവിടെ അവൈലബിൾ ആണ്. കൃത്യമായി ആ ഡോക്ടേഴ്സിന് അറിയാം എന്താണ് ശാരീരിക നില, ഏത് തരത്തിലുള്ള ചികിത്സാ രീതികൾ അവലംബിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ മെഡിസിൻസ് ആണ് എടുക്കുന്നത്. ആ മെഡിക്കൽ ഹിസ്റ്ററി പൂർണ്ണമായും ആശുപത്രി അധികൃതർക്ക് അറിയാം. ചികിത്സിക്കുന്ന സ്ഥിരമായി കാണുന്ന ഡോക്ടറുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യം തന്നെയല്ലേ? അപ്പോൾ അത് തുടർന്നുള്ള ചികിത്സയെ ഏറെ സഹായിക്കില്ലേ? തീർച്ചയായിട്ടും ക്രിസ്റ്റിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിനൈ മെഡിസിറ്റിയിലാണ് നേരത്തെയും ഉമാ തോമസ് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറിയ പനി ഉണ്ടാകുമ്പോൾ പോലും റിനൈ മെഡിസിറ്റിയിലാണ് സന്ദർശിക്കാറുള്ളതെന്നാണ് കൂടെയുള്ളവരെല്ലാം വ്യക്തമാക്കിയത്. കാരണം ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് ഉമാ തോമസ് MLAക്ക്. അവർ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഡോക്ടർമാരുമായിട്ട് നിരന്തരമായ ആശയവിനിമയം നടത്താറുള്ളതാണ്. അപ്പോൾ ആ കൃത്യമായ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അവരുടെ ഭാഗത്തുമുണ്ട്. അത് ആ മെഡിക്കൽ ഹിസ്റ്ററിയുടെ ഫോളോ അപ്പ് ആയിരിക്കും ഈ ഒരു ഗുരുതരമായി പരിക്കേറ്റ് പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ഇപ്പോൾ അതിന്റെ ഒരു ഫോളോ അപ്പ് കൃത്യമായി തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമാക്കും. 2 മാസം മുമ്പാണ് ഈ അമിതമായ ഒരു രക്തസമ്മർദ്ദം, അത് നമ്മൾ തന്നെ പലപ്പോഴും സംസാരിക്കുമ്പോൾ തന്നെ ഈ രക്തസമ്മർദ്ദം വല്ലാണ്ട് അലട്ടുന്നു എന്ന് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പരിക്കേറ്റപ്പോൾ തന്നെ രക്തസമ്മർദ്ദം കൂടുന്നു, തലച്ചോറിൽ ക്ഷതം സംഭവിക്കുന്നു, 3 വാരിയലുകൾക്ക് പരിക്കേൽക്കുന്നു. 1ാമത്തെ വാരിയലിന് പരിക്കേറ്റതാണ് ശ്വാസകോശത്തിൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള കാരണം. ആ ശ്വാസകോശത്തിലെ രക്തസ്രാവമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെന്റിലേറ്റർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വെന്റിലേറ്റർ ഇപ്പോൾ തുടരുകയാണ്. ഏതാണ്ട് ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 10 മണിക്കൂർ അത് പിന്നിട്ടിട്ടുണ്ട്. 6 മണിയോടുകൂടിയാണ് ഈ വേദിയിൽ നിന്ന് ഈ ബാരിക്കേഡുകൾ സഹിതമാണ് താഴേക്ക് വീണത്. ഏതാണ്ട് 20 അടി താഴ്ചയിലേക്കാണ് ഉമാ തോമസ് MLA വീണത്. ഒപ്പം ബാരിക്കേഡുകളും ഒക്കെ അവരുടെ ദേഹത്തേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഒരു ആഘാതം, മുഖത്ത് ചില പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, മുഖത്ത് എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെന്നൊക്കെയുള്ള വിവരങ്ങൾ ഇന്നലെ പ്രാഥമികമായി വന്നിരുന്നു. അതിലൊക്കെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? പ്രജിൻ, ഇന്നലെ കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നമ്മൾ പോയപ്പോൾ തന്നെ കണ്ടതാണ് അതിഭീകരമായ കാഴ്ച. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ പ്രേക്ഷകരെ നമ്മൾ അറിയിച്ചതുമാണ്. കാര്യം അത്രമാത്രം ഉയരത്തിലായിരുന്നു. ഏതാണ്ട് 20 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് ഉമാ തോമസ് MLA വീണത്. മുഖത്തടിയേറ്റു. ഒപ്പം തന്നെ ഒരു കോൺക്രീറ്റ് സ്ലാബിന് മുകളിലേക്കാണ് MLA വീഴുന്നത്. അപ്പൊ തലയ്ക്കും മുഖത്തിനും ഒരുപോലെ തന്നെ പരിക്കേറ്റു. മുഖത്തിനും തലയ്ക്കും ഉണ്ടായ ക്ഷതമാണ് പിന്നീട് ശ്വാസകോശത്തിലേക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടായതെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് പൾമനോളജിസ്റ്റ് അടക്കം ഇനി എത്തി വിദഗ്ധമായ ഒരു പരിശോധന നടക്കേണ്ടതുണ്ട്. എന്തായാലും 5 അംഗ വിദഗ്ധ സംഘമാണ് നിലവിൽ പരിശോധന നടത്തുന്നത്. ഒപ്പം തന്നെ റിനൈ മെഡിസിറ്റിയിൽ ഇന്നലെ ഡോക്ടർ മാഷയുടെ നേതൃത്വം, ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ മാഷയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് നേരിട്ടെത്തി പരിശോധന നടത്തിയിട്ടുള്ളത്. ആദ്യം അവർ തന്നെയാണ് ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയെ പറ്റി കൃത്യമായ ഒരു അവലോകനം നമുക്ക് തന്നിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് അവർ പ്രതികരിച്ചത്. അടിയന്തരമായ ശസ്ത്രക്രിയയിലേക്ക് പോകേണ്ട ആവശ്യം നിലവിലില്ല. പക്ഷേ കൂടുതൽ ചികിത്സ ഉറപ്പാക്കണമോ ഇല്ലയോ എന്നുള്ളത് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനമാകുക. എന്തായാലും ഇന്നും ഒരു സ്കാനിംഗ് അടക്കമുള്ള കാര്യങ്ങൾ. ശരി, നമുക്ക് ആൻമരിയ സണ്ണി കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടരുന്നുണ്ട്. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ നമുക്ക് ആശ്വാസം നൽകുന്ന വിവരങ്ങളാണ്. വലിയ ഗുരുതരമായ ഒരു സാഹചര്യം നിലവിലില്ല ഉമാ തോമസിന് എന്നൊരു വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. 10:30 കൃത്യമായ ഡീറ്റെയിൽഡ് മെഡിക്കൽ ബുള്ളറ്റിൻ വരും. അപ്പോഴാണ് അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടാവുക. എന്തായാലും ഇന്നലെ ആദ്യം ഉണ്ടായ ആ ഒരു ഗുരുതരാവസ്ഥയിൽ നിന്ന് മാറ്റം, അതീവ ഗുരുതരാവസ്ഥയിൽ നിന്നുള്ള ആ നിലയിൽ നിന്ന് മാറ്റമുണ്ട്. പക്ഷേ അപകടനില തരണം ചെയ്തില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ആന്തരിക രക്തസ്രാവം അത് പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് കൂടുതൽ ക്രിട്ടിക്കൽ അവസ്ഥയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത്. പക്ഷേ അതൊക്കെ പരിഹരിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുഞ്ചിരിക്കുന്ന മുഖവുമായി എത്രയും വേഗം ഉമാ തോമസ് MLA തിരികെ വരും. നമുക്ക് ഏതായാലും കലൂർ സ്റ്റേഡിയത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആൻമരിയ സണ്ണിയോട് കൂടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. ആൻ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി, അതിൽ വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്റ്റേജിൽ ഈ ക്യൂ മാനേജർ എന്ന് പറയുന്ന
പറയുന്ന സംവിധാനം മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എയർപോർട്ടിലൊക്കെ സാധാരണ ഈ ചെറിയ കുറ്റികളിൽ റിബൺ കെട്ടുന്നത് പോലെ ഒരു സംവിധാനം. ഇപ്പോൾ ഉമാ തോമസ് MLA അവിടെ ചെല്ലുന്നു, വേദിയിലിരിക്കുന്നു, അതിനുശേഷം എഴുന്നേറ്റ് അവിടുത്തെ വിശിഷ്ടാതിഥികളെ അഭിവാദ്യം ചെയ്യാനായി നടക്കുന്ന സമയത്ത് നേരിയ തരത്തിലൊരു ബാലൻസ് വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ആരായാലും അടുത്തെന്താണോ കാണുന്നത് അതിലേക്ക് പിടിക്കാനുള്ള പ്രവണതയുണ്ടാകും. അങ്ങനെ ഈ പിടിച്ചത് ഈ പറയുന്ന ക്യൂ മാനേജറിലാണ്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് താഴേക്ക് MLAയോടൊപ്പം വീഴുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു അപകടാവസ്ഥ ഇത്തരം ഒരു പരിപാടിയിൽ ഉണ്ടാകുന്ന ഒരു തട്ടിക്കൂട്ട് സ്റ്റേജ് ആണെന്ന രീതിയിലാണ് പ്രാഥമികമായ റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, അക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ പോലീസിന്റെ ഒരു അഭിപ്രായം? ക്രിസ്റ്റീന, തീർച്ചയായും ഇവിടെ നിൽക്കുമ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതും ഇത് തന്നെയാണ്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ ഈ ഉമാ തോമസിന് സംഭവിച്ച അപകടവുമായി ബന്ധപ്പെട്ട് പാലാരിവട്ടം പോലീസ് കേസെടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുമാത്രമല്ല, ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു റിപ്പോർട്ടിലും ഈ സ്റ്റേജ് നിർമ്മാതാക്കൾക്ക് ഈ സ്റ്റേജ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലും ഈ ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഉറപ്പുള്ള ബാരിക്കേഡുകൾ സ്ഥാപിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അതിൽ തന്നെയാണ് ആദ്യം വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ ഒരു പരിപാടിയിൽ ആദ്യം വേണ്ടത് സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ഒരു പരിശോധനയാണ്. ആ ഒരു പരിശോധന ഉണ്ടായില്ല. അതുമാത്രമല്ല, ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നതിൽ വന്നിരിക്കുന്ന അപാകത, ആ ഒരു അപാകത തന്നെയാണ് ആദ്യം എടുത്തു പറയേണ്ടത്. ഈ രണ്ട് വരി കസേരകൾ ഇടേണ്ട സ്ഥലത്ത് 3 വരി കസേരകൾ ഇടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കേണ്ട ബാരിക്കേഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടില്ല. ആ ബാരിക്കേഡുകൾക്ക് പകരം സ്ഥാപിക്കുന്നത് ഈ രീതിയിൽ വരുന്ന ഈ സാധാ ഒരു റിബൺ കൊണ്ട് സ്ഥാപിക്കുന്ന ഒരു ക്യൂ മാനേജർ, ഈ ഒരു ക്യൂ മാനേജറാണ് അവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഏത് തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. അതുമാത്രമല്ല, ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ ശോചനീയാവസ്ഥ എത്രത്തോളം എന്നുള്ള കാര്യം നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായിട്ടുള്ള ഒരു നിഗമനം ഇവിടെയുള്ള അധികൃതർക്കും മറ്റുള്ളവർക്കും അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു പരിപാടി നടത്തി കഴിയുമ്പോൾ, ഇത്രയും വലിയൊരു ഇവന്റ് നടത്തുമ്പോൾ, അതും 1200-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഇത്രയും വലിയൊരു ഇവന്റ്, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ ഇവന്റ്, ആ ഒരു ഇവന്റ് വരുമ്പോൾ എത്രത്തോളം സുരക്ഷ അവിടെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം വ്യക്തവുമാണ്. പക്ഷേ ആ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പാലാരിവട്ടം പോലീസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിലും FIR-ൽ പറയുന്നതും ഫയർഫോഴ്സിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നതും. ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലേക്ക് പോവുകയാണ് എങ്കിൽ, ഉമാ തോമസ് ഫ്രണ്ട് ഗേറ്റിലൂടെ കടന്നു വരുന്നു. ആ ഫ്രണ്ട് ഗേറ്റിലൂടെ കടന്നു വന്നതിന് ശേഷം ഈ സ്റ്റെപ്പുകൾ കയറി, ഇതാണ് മെയിൻ സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അതിഥികളെല്ലാവരും ഇരിക്കുന്ന, മന്ത്രിമാർ ഉൾപ്പെടെയുള്ള അതിഥികൾ ഇരിക്കുന്ന മെയിൻ സ്റ്റേജിലേക്ക് കടന്നു പോകാനുള്ള സ്റ്റെപ്പ് ഇതാണ്. ഈ പ്രാഥമികമായിട്ടുള്ള ഈ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുന്നു. മുകളിൽ ചെന്നതിന് ശേഷം ഈ സ്റ്റെപ്പിന്റെ ഞാൻ നിൽക്കുന്ന ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ള ആളുകളെ കാണുന്നു. അവരെ ഒന്ന് കൈകൾ ഉയർത്തി കാണിച്ച് അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നത് ഈ സ്റ്റേജിലാണ്. ഇവിടെയാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്. ഈ സ്റ്റേജിലേക്ക് കയറുന്നു. ഈ സ്റ്റെപ്പുകൾ വഴി ഈ സ്റ്റേജിലേക്ക് കയറിയതിനു ശേഷം ഇവരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ആരാണെങ്കിലും ക്രിസ്റ്റീന ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടം സംഭവിക്കുമ്പോൾ ആദ്യം എവിടെയെങ്കിലും പിടിക്കാനായിട്ടുണ്ടോ, ഒന്ന് പിടിക്കാനായിട്ട് എവിടെയെങ്കിലുമാണ് നോക്കുന്നത്. അത് ചെന്ന് പിടിക്കുന്നത് ഈ ക്യൂ മാനേജറിലാണ് പിടിക്കുന്നത്. എത്രത്തോളം അതിന്റെ ബലമുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ ആളുകൾക്ക് അറിയാവുന്നതാണ്. ആ ക്യൂ മാനേജർ പിടിക്കുന്നു, പിന്നെ വീഴുന്നത് വ്യക്തമാണ്. ആ രീതിയിലാണ് അപകടം സംഭവിച്ചത്. എന്തായാലും സ്റ്റേജ് നിലവിൽ അവിടെ പൊളിച്ചു മാറ്റരുതെന്ന നിർദ്ദേശം അധികൃതർക്ക് നൽകിയിട്ടുണ്ട്. കാരണം കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. എവിടെയാണ് കൃത്യമായ വീഴ്ച ഉണ്ടായിട്ടുള്ളത്, സ്റ്റേജ് നിർമ്മാണത്തിലടക്കം അപാകതകളുണ്ട് എന്ന് ഫയർഫോഴ്സ് തന്നെ പ്രാഥമികമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ആ വീഴ്ച സംഭവിച്ചത് ആർക്കാണ്, അവർക്കെതിരെ നടപടി ഉറപ്പായിട്ടുണ്ടാകണം. ഈ സ്റ്റാമ്പീഡ് ഡെത്ത്, അതായത് ആൾക്കൂട്ട മരണങ്ങൾ, അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കൊച്ചിയിൽ നമ്മുടെ കുസാറ്റിലെ ദുരന്തം കഴിഞ്ഞ വർഷം നടന്നത് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ആ സമയത്തൊക്കെ ഉണ്ടായിരിക്കേണ്ട സുരക്ഷാ മുൻകരുതൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനി ഒരു ഇവന്റ് നടക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളിൽ കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണം എന്നൊക്കെ പലയാവർത്തി പറയുമ്പോഴും ഇത്തരത്തിലൊരു വലിയ ഇവന്റ് നടന്നു. ചില ആൾക്കാർ ചോദിക്കണം എന്ത് ഇവന്റ് ആണ് എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു നൃത്ത ഇവന്റ് ആയിരുന്നു. അതായത് 15,000-ഓളം പേർ ഒരുമിച്ച് ഭരതനാട്യം ചെയ്ത് ഗിന്നസ് റെക്കോർഡ് സ്ഥാപിക്കുക, അതായിരുന്നു അറ്റംപ്റ്റ്. അത് വിജയകരമായി നടന്നിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് നോക്കുക, സ്റ്റേഡിയത്തിൽ 15,000-ഓളം ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ ഇത് കാണാനെത്തിയ 1,500 ആൾക്കാർ വേറെ. അങ്ങനെ ഒരു വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പാലിക്കേണ്ട ഒരു സുരക്ഷാ മുൻകരുതലും കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്.
നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഉമാ തോമസ് എം എൽ എ എത്രയും വേഗം സുഖം പ്രാപിച്ചു തിരിച്ചു വരട്ടെ, അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ. മുൻപും ഈ പറയുന്ന പോലെ പല ചികിത്സാ കാര്യങ്ങളിലും ഒക്കെ അതിനുശേഷം അതിജീവിച്ചു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് വളരെ പുഞ്ചിരിയോടുകൂടി തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. നമ്മുടെ PC ദിലീപ് മലബാർ വാലി പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്ന എല്ലാ പരിപാടികൾക്കും ഒരു പ്രീ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റിപ്പോർട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും അതാണ് അതിന്റെ പ്രൊസീജിയർ. പ്രോട്ടോകോൾ പ്രകാരം ചെയ്യേണ്ടത് അതാണ്. ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് അവരുടെ ഉദ്യോഗസ്ഥർ വന്ന് അത് പരിശോധിച്ച് ഓക്കെ ക്ലിയർ ഓക്കെ എന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അതൊന്നും എവിടെയും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അത് ഇപ്പോൾ മന്ത്രിമാരോ MLA മാരോ മാത്രമല്ല, സാധാരണക്കാരായ ആൾക്കാർ പങ്കെടുക്കും. ജീവനെല്ലാം ഒരു വിലയാണല്ലോ. അപ്പോൾ എവിടെ അത്തരത്തിൽ പരിപാടി ഉണ്ടായാലും അത്തരത്തിൽ ഒരു പ്രീ റെസ്പോൺസ് ടീം വന്ന് സേഫ്റ്റി സെക്യൂരിറ്റി ഇതെല്ലാം സുരക്ഷയെല്ലാം പരിശോധിച്ച് കൃത്യമായി ഒരാളുടെയും ജീവൻ അവിടെ അപകടത്തിലാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ആൻമരിയയും ഒപ്പം YS അഭിനന്ദുമാണ് ഉമാത്തോസുമായി ബന്ധപ്പെട്ട അപകടത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം. അതെ, ഇനി വയനാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വയനാട്ടിലെ DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇന്ന് CPIM-ന്റെ പ്രതിഷേധമുണ്ട്. MLA-യുടെ ഓഫീസിലേക്ക് പ്രവർത്തകർ മാർച്ച് നടത്തും. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിന് കോഴ വാങ്ങി നൽകിയതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയാണ് വിജയന്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് ആരോപണം. അതേസമയം ആരോപണങ്ങൾ IC ബാലകൃഷ്ണൻ MLA നിഷേധിച്ചിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകും. ആത്മഹത്യയിൽ ബത്തേരി DYSP അബ്ദുൽ ഷരീഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൂടുതൽ പേരിൽ നിന്ന് ഇന്ന് മൊഴിയെടുക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് പോലീസിന്റെ നീക്കം. മറ്റൊരു വാർത്തയിലേക്ക് പോവാം. ഒരു വിയോഗ വാർത്ത കൂടി പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. അത് US മുൻ പ്രസിഡന്റ് ജിമ്മി കാർട്ടറിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ടാണ്. 100 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. രോഗബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത്. മനുഷ്യാവകാശങ്ങൾ, പ്രത്യേകിച്ചും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരുപാട് ഇടങ്ങളിൽ ആ പേര് പരാമർശിക്കപ്പെട്ടാണ് പലയാവർത്തി. മനുഷ്യാവകാശങ്ങൾക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ നൽകിയ പ്രസിഡന്റായിരുന്നു കാർട്ടർ എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് മോർണിംഗ്. നൽകാനുള്ള വാർത്ത ശുഭമല്ല എങ്കിൽ പോലും 100 വയസ്സ് തികച്ചു. ക്യാൻസർ ബാധിതനായിട്ടും അതിനെ അതിജീവിച്ചു. മാത്രവുമല്ല, ഈ കഴിഞ്ഞ US തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം വോട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് സമാധാനമായി ജോർജിയയിലെ കൊച്ചു വീട്ടിൽ അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു. പാലിയേറ്റീവ് കെയറിലായിരുന്നു അവസാനം ഒരു മാസമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നൊബേൽ പുരസ്കാര ജേതാവായിരുന്നു സമാധാനത്തിന്. അദ്ദേഹം വിടവാങ്ങുമ്പോൾ എങ്ങനെയാണ് ആ ജീവിതത്തെ ഓർത്തെടുക്കാനാവുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജീന. തീർച്ചയായിട്ടും ഒരു നല്ല പോരാട്ടം തികച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റാണ് വിടവാങ്ങിയിരിക്കുന്നത്. 1924 ഒക്ടോബറിൽ ജനിച്ച ജെയിംസ് എൽ കാർട്ടർ അല്ലെങ്കിൽ ജിമ്മി കാർട്ടർ 100 വർഷം തികച്ച് 2024 അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക എന്നും ആരാധനയോടെ കണ്ടിരുന്ന ഒരു പ്രസിഡന്റാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ് ജിമ്മി കാർട്ടർ അമേരിക്കയുടെ ഭരണചക്രം തിരിക്കുവാനായി വൈറ്റ് ഹൗസിൽ എത്തിയത്. 1976 അദ്ദേഹം വിജയിക്കുകയും 77 മുതൽ 81 മുതലാണ് അമേരിക്കൻ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചത്. അദ്ദേഹം പിന്നീട് റൊണാൾഡ് റീഗനാണ് അദ്ദേഹത്തിന് ശേഷം വന്ന പ്രസിഡന്റ്. 39ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. തന്നെയുമല്ല, ജിമ്മി കാർട്ടറിന് 7 പ്രസിഡന്റുമാരെ കാണുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, ജോർജ് ബുഷ് സീനിയർ മരിക്കുമ്പോൾ ജിമ്മി കാർട്ടർ ആയിരുന്നു ഏറ്റവും പ്രായം കൊണ്ട് ഉള്ള പ്രസിഡന്റും. മറ്റ് അദ്ദേഹത്തെ തൊട്ടു പിന്നാലെയുള്ള 5 പ്രസിഡന്റുമാര് ഒരുമിച്ച് പങ്കെടുത്ത ഒരു ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു. തീർച്ചയായിട്ടും ജിമ്മി കാർട്ടറിന്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിലും അമേരിക്കയുടെ ചരിത്രത്തിൽ 2ാം തവണയായിരിക്കും ഇത്രയധികം പ്രസിഡന്റുമാർ ഒരുമിച്ച് പങ്കെടുക്കുക. തന്നെയുമല്ല, ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നത് 77 വർഷം, ഏതാണ്ട് 8 പതിറ്റാണ്ടോളം നീണ്ട ഒരു ദാമ്പത്യ ജീവിതമായിരുന്നു ജിമ്മി കാർട്ടർ. റോസ്ലിൻ മരിക്കുമ്പോൾ 77 വർഷം ജിമ്മി കാർട്ടറിനോടൊപ്പം ഒരു നിഴലായിട്ടുണ്ടായിരുന്നു. അടുത്തിടെ നവംബറിലാണ് 96ാമത്തെ വയസ്സിൽ റോസ്ലിൻ ജിമ്മി കാർട്ടറിനോട് യാത്ര പറഞ്ഞു പോകുന്നത്. തൊട്ട് പിന്നാലെ ജിമ്മി കാർട്ടർ ഇപ്പോൾ പോവുകയാണ്. തീർച്ചയായിട്ടും അമേരിക്കയെ സംബന്ധിച്ച് വേദനിക്കുന്ന നിമിഷങ്ങളാണ്. ജിമ്മി കാർട്ടർ അമേരിക്കയുടെ രാഷ്ട്രീയ രംഗത്തു നിന്നും പൊതുരംഗത്തു നിന്നും മനുഷ്യാവകാശർക്ക് വേണ്ടി ഏറെ ശബ്ദമുയർത്തിയ ഒരു നേതാവ് വിടവാങ്ങുമ്പോൾ. ക്രിസ്റ്റീന, പ്രജീൻ. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാലോ? അതെ, സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദിലെ കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേസ് പരിഗണിക്കുക. മോചന ഉത്തരവുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീം കുടുംബവും നിയമസഹായ സമിതിയും.
സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന്റെ കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്കാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിക്കുന്നത്. അബ്ദുറഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുറഹീമും കുടുംബവും നിയമസഹായ സമിതിയും. ഓൺലൈൻ വഴി കോടതി കേസ് വിളിക്കുമ്പോൾ അബ്ദുറഹീമും അഭിഭാഷകരും ഹാജരാകുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ജൂലൈ 2-ന് അബ്ദുറഹീമിന്റെ കേസ് കോടതി റദ്ദാക്കിയെങ്കിലും ജയിൽ മോചന ഉത്തരവുണ്ടായിട്ടില്ല. പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട് കേസ് തീർപ്പാകാത്തതാണ് ഇതിന് കാരണമെന്നാണ് റിപ്പോർട്ട്. ഇതിനു മുമ്പ് പലതവണ കോടതി കേസ് പരിഗണിച്ചിരുന്നുവെങ്കിലും അന്തിമ വിധി പറയുന്നത് നീട്ടിവെക്കുകയായിരുന്നു. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ് അബ്ദുറഹീം. 24 ജിദ്ദ. യെസ്, അപ്പോൾ എന്തായാലും ഒരു 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 പോസിറ്റീവായിട്ടുള്ളൊരു വാർത്ത നമുക്ക് ഇന്ന് കേൾക്കാൻ സാധിക്കട്ടെ ഈ വിഷയത്തിലും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അല്ലേ? അതെ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റാണ്. നമ്മുടെ പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും പറയുന്നത് പോലെ ഈ വാർത്തകളിലൊക്കെ ദുഃഖമുണ്ട്. നമ്മൾ പറയുന്നതിൽ എത്ര പോസിറ്റീവ് വാർത്ത ഇന്നുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം 0. പക്ഷെ നമുക്കിത് ഈ വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കാതിരിക്കാനും കഴിയില്ല. കാരണം നമ്മൾ ഇന്നലെ വളരെ വേദനയോട് കൂടി കേട്ട 2 വാർത്തകളാണ്. അപ്പോൾ അതിന്റെ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ പ്രേക്ഷകരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മറ്റു വാർത്തകളിലേക്കൊക്കെ നമുക്ക് പോവാം. നിങ്ങളുടെ കമന്റുകൾ നമുക്കൊന്ന് വായിക്കാനുണ്ട്. അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് നമുക്ക് അത് പ്രേക്ഷകരെ പങ്കുവെക്കാം.